ഓം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധേർഭവതു മേ സദാ. എല്ലാ പുണ്യാത്മാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് 2024 ഒക്ടോബർ 3. എന്താണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത? ഇന്നു മുതൽ ഒക്ടോബർ 13 വരെ നാം നവരാത്രി മഹോത്സവം ആഘോഷിക്കുകയാണ്. എപ്പോഴാണ് ഈ ആഘോഷം തുടങ്ങുന്നത്? അതായത് കന്നിമാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ് പിറ്റേന്ന് 1-ാം ദിവസം മുതൽ 9 രാത്രികൾ, അതായത് 9 രാത്രിയും 10 പകലും നവരാത്രിയായി ആഘോഷിക്കുന്നു. 10-ാം ദിവസം വിജയദശമിയായിട്ടും ആഘോഷിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ മഹോത്സവത്തിൽ 9 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ, ദേവീ പൂജയിലൂടെ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാന അന്ധകാരത്തെ അകറ്റി, അതായത് ഉള്ളിലുള്ള കാമക്രോധ മോഹം മതം മാത്സര്യം ഇവയെല്ലാം നീക്കി, അതായത് ദുർഗുണങ്ങളെ എല്ലാം ഇല്ലാതെയാക്കി അറിവിൻ്റെ പ്രകാശം ദാനം ചെയ്ത് ആത്മീയ പുരോഗതിയിലേക്ക് നമ്മെ ഉയർത്തുന്ന ദിനങ്ങളാണ് ഈ നവരാത്രി ദിനങ്ങൾ. നമ്മുടെ ഉള്ളിലുള്ള ദുർഗുണങ്ങളെ തപസ്സുകൊണ്ടും ഈശ്വരാരാധന കൊണ്ടും ജയിച്ച് പൂർണ്ണത പ്രാപിക്കുന്ന തത്വമാണ് നവരാത്രിയുടേത്. ഉപാസനയിലൂടെ ശക്തിയും ഐശ്വര്യവും വീര്യവും ലഭിക്കുന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം കലകളുടെയും വിദ്യാരംഭത്തിൻ്റെയും ആരാധനയുടെയും വിജയത്തിൻ്റെയും ഉത്സവമാണ് നവരാത്രി. അസതോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ. അതായത് നമ്മെ അസത്തിൽ നിന്ന് സത്തിലേക്കും അജ്ഞാനത്തിൽ നിന്ന് ജ്ഞാനത്തിലേക്കും മൃത്യുവിൽ നിന്ന് അമൃതത്വത്തിലേക്കും നയിക്കുന്ന ഉത്സവമാണ് നവരാത്രി ഉത്സവം. നവരാത്രി ആഘോഷത്തിന് വ്യത്യസ്ത ഭാവതലങ്ങളുണ്ട്. കേരളത്തിൽ വിദ്യാരംഭം, തമിഴ്നാട്ടിൽ കൊലുവയ്പ്, കർണാടകയിൽ ദസറ, മൂകാംബികയിൽ പുഷ്പ രഥോത്സവം, ഉത്തരഭാരതത്തിൽ രാമലീല, ബംഗാളിൽ ദുർഗാപൂജ, അസമിൽ കുമാരി പൂജ, സപ്തമാതൃപൂജ, ശ്രീചക്ര പൂജ എന്നിങ്ങനെ വ്യത്യസ്ത ഭാവതലങ്ങളുണ്ട്. നവരാത്രികളിൽ വ്രതം അനുഷ്ഠിച്ചാൽ ആഗ്രഹപൂർത്തിയും ദുരിതനാശനവും കാര്യവിജയവും പ്രാപ്തമാകും. നേരത്തെ പറഞ്ഞു, 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന ഉത്സവമാണിത്. ഈ ദിവസങ്ങളിൽ ആദിപരാശക്തിയെ 3 പ്രധാന ഭാവങ്ങളിൽ നാം ആരാധിക്കുന്നു. ആദ്യത്തെ 3 ദിവസം മഹാകാളിയായും, അടുത്ത 3 ദിവസം മഹാലക്ഷ്മിയായും, അടുത്ത 3 ദിവസം സരസ്വതിയായും സങ്കല്പിച്ച് പൂജിക്കുന്നു. മറ്റൊരു രീതിയിൽ ദേവിയെ നവദുർഗ ഭാവത്തിൽ ആരാധിക്കുന്നു. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രകണ്ഠേതി, കൂഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാദേതി, ഷഷ്ടം കാത്യായനീതി ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിത പ്രോക്ത നവദുർഗ പ്രകീർത്തിത എന്നാണ്. ഇത് ദേവി മാഹാത്മ്യത്തിൽ പറയുന്നതാണ്.
അതായത് ഒന്നാം ദിവസം ദേവിയെ ശൈലപുത്രിയായിട്ടും, രണ്ടാം ദിവസം ബ്രഹ്മചാരിണിയായിട്ടും, മൂന്നാം ദിവസം ചന്ദ്രകണ്ഠയായിട്ടും, നാലാം ദിവസം കൂഷ്മാണ്ഡയായിട്ടും, അഞ്ചാം ദിവസം സ്കന്ദമാതയായിട്ടും, ആറാം ദിവസം കാത്യായനിയായിട്ടും, ഏഴാം ദിവസം കാളരാത്രിയായിട്ടും, എട്ടാം ദിവസം മഹാഗൗരിയായിട്ടും, ഒൻപതാം ദിവസം സിദ്ധിതയായിട്ടും ആരാധിക്കുന്നു. അങ്ങനെ ഒരു രീതി. ഇനി മറ്റൊരു രീതിയിൽ സപ്തമാതാക്കളായ ബ്രാഹ്മി, വൈഷ്ണവി, മാഹേശ്വരി, ഇന്ദ്രാണി, വാരാഹി, ചാമുണ്ഡി എന്നിവരുടെ കൂടെ ഐശ്വര്യ ദേവതയ മഹാലക്ഷ്മിയും കൂടെ ചേർത്ത് അഷ്ടമാതാക്കളായി ആരാധിക്കുന്നു. കേരളത്തിൽ സരസ്വതി പൂജയും വിദ്യാരംഭവും പ്രധാനമാണ്. പല ക്ഷേത്രങ്ങളിലും ദേവി ഭാഗവത നവാഹയജ്ഞം, ചണ്ഡികാ ഹോമം, ഐശ്വര്യ പൂജ, അഷ്ടലക്ഷ്മി പൂജ, സരസ്വതി പൂജ എന്നിവ നടത്തപ്പെടുന്നു. തമിഴ്നാട്ടിൽ ബ്രാഹ്മണർ വളരെ പ്രാധാന്യത്തോടെ കൊണ്ടാടുന്ന ആചാരമാണ് ബൊമ്മക്കൊലു. ബൊമ്മക്കൊലു വയ്ക്കൽ ഇപ്പോൾ അത് കേരളത്തിലും പ്രചാരത്തിലുണ്ട്. അതായത് മണ്ണ് കൊണ്ടുള്ള സകല ദേവന്മാരുടെയും ദേവിമാരുടെയും പക്ഷിമൃഗാദികളുടെയും എല്ലാം പ്രതിമകൾ ഉണ്ടാക്കി വച്ച് പൂജിക്കുന്നു. ഇതിൻ്റെ തത്വം എന്താണ്? അതായത് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകല ചരാചരങ്ങളും ദേവി തന്നെയാണ്. ദേവിയുടെ ചൈതന്യമാണ് സകല ചരങ്ങളും അചരങ്ങളിലും സ്ഥിതി ചെയ്യുന്നത്. പ്രപഞ്ചത്തിൻ്റെ സകല വസ്തുക്കളിലും ആ സർവേശ്വരിയുടെ പ്രത്യക്ഷ രൂപം തന്നെയാണ് പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളും. ഇവിടെ നിസ്സാരമായിട്ട് ഒന്നുമില്ല. ഒരു പുഴുവിന് പോലും അതിൻ്റേതായ പങ്ക് നിർവഹിക്കാനുണ്ട്. വലിയവനും ചെറിയവനും എന്നും പണക്കാരനെന്നും പാവപ്പെട്ടവനെന്നും ഒന്നുമുള്ള ഭേദം ഇവിടെ ഇല്ല. എല്ലാ പേരിലും നിറഞ്ഞു നിൽക്കുന്നത് ആ ദേവി ചൈതന്യം തന്നെയാണ്. എല്ലാവരിലും നാം ദേവിയെ കാണുക, ആരാധിക്കുക. ആ സമദർശനമാണ് ബൊമ്മക്കൊലു ആരാധനയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. അപ്പോൾ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളെയും ദേവിയുടെ അംഗമായിട്ട് കണ്ട് ആരാധിക്കുക. അപ്പോൾ ഈ നവരാത്രി എന്ന് പറയുന്നത് എല്ലാ മാസങ്ങളിലുമുണ്ട്. പണ്ടൊക്കെ എല്ലാ മാസങ്ങളിലും ആചരിച്ചു പോരുന്നു. ഇപ്പോൾ 4 പ്രധാന നവരാത്രികളാണുള്ളത്. ഒന്ന് ശരത് മാസത്തിൽ, അതിന് ശാരദ നവരാത്രി എന്ന് പറയും. അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ ഇപ്പോൾ നാം ആചരിക്കുന്നത് ശാരദ നവരാത്രിയാണ്. പിന്നെ ചൈത്ര നവരാത്രിയുണ്ട്, അത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ്. ആഷാഢ നവരാത്രിയുണ്ട്, അത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. പിന്നെ വസന്ത നവരാത്രിയുണ്ട്, അത് ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണയായി ആഘോഷിക്കുന്നത് ശാരദ നവരാത്രിയാണ്. അതായത് ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ മാസം, ഇപ്പം ഒക്ടോബർ മാസത്തിലാണ് അത് വരുന്നത്. ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇത് നടത്തുന്നത് എന്നൊരു ഐതിഹ്യവുമുണ്ട്. തിന്മയുടെ മേൽ നന്മയുടെ വിജയം. ഇനി മറ്റൊരു രീതി എന്ന് പറഞ്ഞാൽ, ചില സ്ഥലങ്ങളിൽ, അതിപ്പോൾ ഇവിടെയുമുണ്ട്, കേരളത്തിലുമുണ്ട്, 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളെ ദേവിയുടെ പ്രതിനിധികളായി പല ഭാവങ്ങളിൽ സങ്കല്പിച്ച് കുമാരി പൂജ നടത്തുന്നു. അതായത് കുമാരി, ത്രിമൂർത്തി, കല്യാണി, രോഹിണി, കാളിക, ചണ്ഡിക, ശാംഭവി, ദുർഗ, സുഭദ്ര എന്നിങ്ങനെ ഉള്ള 9 ഭാവങ്ങളിൽ 2 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള കുട്ടികളെ ആരാധിക്കുന്ന ഒരു രീതിയും ഇപ്പോൾ ഉണ്ട്. അപ്പോൾ ഈ നവരാത്രി വ്രതം ആദ്യമായി അനുഷ്ഠിച്ചത് അവതാര പുരുഷനായ ശ്രീരാമചന്ദ്രനാണ്. സീതാ അപഹരണത്തിന് ശേഷം കിഷ്കിന്ധയിൽ വച്ച് ശ്രീരാമൻ ആദ്യമായി നവരാത്രി വ്രതം ആരംഭിച്ചു എന്ന്
ദേവീ ഭാഗവതത്തിൽ പറയുന്നു. ഈ നവരാത്രി വ്രതം നിർബന്ധമാക്കിയത് സുദർശനൻ എന്ന രാജാവാണ്. ഈ നവരാത്രിയിൽ അമാവാസി മുതൽ വ്രതം ആരംഭിക്കുന്നു. വ്രത ദിവസങ്ങളിൽ രാവിലെ ഉറക്കമിണന്ന് കുളിച്ച് ശുഭ്രവസ്ത്രം ധരിച്ച് ദേവീക്ഷേത്രങ്ങളിൽ പോയി ദേവീ കീർത്തനങ്ങളൊക്കെ ആലപിച്ച് അതിനുശേഷം മാത്രമേ ജലപാനം ചെയ്യാവൂ. അരി ആഹാരം ഒരു നേരം കഴിക്കുന്നതാണ് നല്ലത്. ബാക്കി സമയങ്ങളിൽ പാല്, ഫലവർഗ്ഗങ്ങൾ എന്നിവ കഴിക്കാം. ഈ 9 ദിവസങ്ങളിലും മത്സ്യ മാംസാദികൾ ഉപേക്ഷിക്കണം. ഈ നവരാത്രി എന്ന് പറയുന്നത് വെറും 9 രാത്രികൾ മാത്രമല്ല, അത് സ്ത്രീത്വത്തെ അല്ലെങ്കിൽ മാതൃത്വത്തെ, യുവതിയെ, ബാലികയെ അല്ലെങ്കിൽ ശിശുവിനെ ആരാധിക്കുന്ന മഹനീയ ദിനരാത്രങ്ങൾ കൂടിയാണ്. പ്രപഞ്ചകാരിണിയായ മൂലപ്രകൃതിയെ അടുത്ത് അറിയുന്ന ദിവസങ്ങളാണ്. എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളും ആ പ്രജ്ഞയുടെ സത്താണെന്ന് അറിയലാണ്. ഭൂമിയും പ്രകൃതിയും കാടും കടലും നദിയും ഒക്കെ അമ്മയായി കണ്ട് ആ പരാശക്തിയുടെ മക്കളുടെ സ്വയം സമർപ്പിത ദിനങ്ങളാണ് ഈ നവരാത്രി. ഏതെല്ലാം വിദ്യകൾ നാം സ്വായത്തമാക്കിയാൽ അതെല്ലാം ആ വിദ്യാ സരസ്വതിയുടെ ദാനങ്ങളാണ്. നാം ഒന്നിലും അഹങ്കരിക്കാൻ പാടില്ല. ആ ദേവി കടാക്ഷിച്ചാൽ മാത്രമേ നമുക്ക് വിദ്യ സ്വായത്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഏതെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതെല്ലാം ആ ശക്തി സ്വരൂപിണിയുടെ അനുഗ്രഹം കൊണ്ടാണ്. പ്രപഞ്ച ഭൂതാത്മകമായ ഏത് വസ്തുവിലും ശക്തിയിലും പ്രാണനിലും ആദിപരാശക്തിയുടെ ചേതന മറഞ്ഞിരിക്കുന്നു. അതേ ചൈതന്യം തന്നിലും കുടികൊള്ളുന്നു എന്ന സത്യം നാം മനസ്സിലാക്കണം. നവരാത്രി കാലത്ത് മനസ്സും ബുദ്ധിയും ചിന്തയും എല്ലാം സ്വയം ശുദ്ധീകരിക്കാൻ പ്രയത്നിക്കേണ്ടതാണ്. അങ്ങനെയുള്ള ദിനങ്ങളായി മാറ്റാൻ കഴിയണം ഈ നവരാത്രികൾ. വിദ്യയില്ലെങ്കിൽ മനുഷ്യൻ മൃഗതുല്യമാകുന്നു. സകല കലകളുടെയും മൂർത്തിമത് ഭാവമാണ് വിദ്യാകാരിണിയായ മഹാ സരസ്വതി. ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി എന്നീ 3 ദിവസങ്ങളിലാണ് വിദ്യാദേവിയുടെ ആരാധനയിൽ നാം പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഓരോ തൊഴിൽ ചെയ്യുന്നവരും അവരുടെ കർമ്മ ഉപകരണങ്ങൾ ഭക്തിയോടെ പൂജയ്ക്ക് വയ്ക്കുന്നു. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പുസ്തകങ്ങൾ പൂജയ്ക്ക് വയ്ക്കുന്നു. അഷ്ടമിക്ക് ദുർഗയെയും, നവമിക്ക് മഹാലക്ഷ്മിയെയും, ദശമിക്ക് മഹാസരസ്വതിയെയും ആരാധിക്കുന്നു. ദുർഗ എന്ന പേരിൽ പരാശക്തി ദേവന്മാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ഒരു അഷ്ടമിക്കാണ്. അതുകൊണ്ടാണ് അതിന് ദുർഗ അഷ്ടമി എന്ന പേര് കിട്ടിയത്. അപ്പം ഈ ദിവസമാണ് ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ പുസ്തകങ്ങൾ, മറ്റ് ഉപകരണങ്ങൾ എല്ലാം പൂജയ്ക്ക് വയ്ക്കുന്നത്. അപ്പോൾ പൂജ എടുക്കുന്നത് വിജയദശമി ദിവസമാണ്. അന്ന് വിദ്യാരംഭം കുറിക്കുന്നു. ആചാര്യൻ സരസ്വതി ദേവിയെ ആരാധിച്ച് സ്വർണം കൊണ്ട് കുട്ടിയിലെ നാവിൽ ഓം എന്നെഴുതുന്നു. വിരലുകൊണ്ട് അരിയിൽ ആദ്യാക്ഷരം കുറിക്കുന്നു. ഹരി ശ്രീ ഗണപതയേ നമ എന്ന് കുറിക്കുന്നു. ഓം ഹരി ശ്രീ ഗണപതയേ നമ. ഓം പ്രണവമന്ത്രമാണ്. അപ്പോൾ ഏത് പ്രവൃത്തിയിലും ഈശ്വര ആരാധനയോടെ തുടങ്ങണം എന്നാണ് വിധി. ഹരിയെ പ്രണവമന്ത്രം
ആദ്യം ഉച്ചരിക്കുന്നു. അത് കഴിഞ്ഞ് ഹരിയെ സ്മരിക്കുന്നു. ഹരി നമ്മെ സംരക്ഷിക്കുന്ന മഹാവിഷ്ണുവാണ്. ശ്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യ ദേവത മഹാലക്ഷ്മിയാണ്. പിന്നെ ഗണപതിയെ, ജ്ഞാനസമ്പാദനത്തിന് ഒരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോകാൻ നാം ഗണപതിയെയും സ്മരിക്കുന്നു. ഈ ദിവസം ഏത് കാര്യങ്ങൾ ചെയ്യുന്നതിനും ശുഭദിനമായി കരുതിപ്പോരുന്നു. ഈ നവരാത്രി ദിനങ്ങളിൽ ദേവീസ്തുതികൾ, ലളിത സഹസ്രനാമം, അതുപോലെ ലളിത ത്രിശതി, ദേവി മാഹാത്മ്യ പാരായണം, സൗന്ദര്യലഹരി പാരായണം, ശ്യാമള ദണ്ഡക പാരായണം, ഇവയെല്ലാം നടത്തുന്നത് ശ്രേഷ്ഠമായിരിക്കും. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും ദേവി ഉപാസന, ഈ 9 ദിവസങ്ങളിലും ഉപവസിക്കുക എന്ന് വെച്ചാൽ അടുത്തിരിക്കുക, ദേവിയോട് അടുത്തിരിക്കുക എന്ന് വെച്ചാൽ ദേവീ നാമങ്ങൾ, മറ്റ് ചിന്തകളൊന്നും മനസ്സിൽ പാടില്ല. ദേവി ഉപാസനകളിലൂടെ, വ്രതങ്ങളിലൂടെ ഈ ദിവസങ്ങൾ നാം കഴിച്ചു കൂട്ടണം. അപ്പോൾ ഈ നവരാത്രി അനുഷ്ഠാനത്തിലൂടെ, ദേവി ആരാധനയിലൂടെ നമ്മുടെ മനസ്സിലെ കാമക്രോധ മോഹലോഭ മത മാത്സല്യ അസൂയ അടമ്പ് ഇങ്ങനെയുള്ള എല്ലാ ദോഷങ്ങളും നീങ്ങി നമ്മുടെ ഉള്ളിൽ ജ്ഞാനപ്രകാശം നിറയട്ടെ എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആത്മീയ ചിന്തനത്തിൻ്റെ 7ാമത്തെ എപ്പിസോഡ് ഇവിടെ സമ്പൂർണ്ണമാക്കുന്നു. എല്ലാ ഭക്തജനങ്ങൾക്കും ആദിപരാശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സകല കലാദേവതേ സരസ്വതി ദേവി വരമരുളുക നിന്നിവിടെ നിന്റെ ദാസരിൽ. പണ്ഡിതരല്ല പാമരരാണല്ലോ ഞങ്ങൾ, പണ്ടരി നിന്റെ കയ്യിലെ പാവകൾ മാത്രം, പണ്ടരി നിന്റെ കയ്യിലെ പാവകൾ മാത്രം. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.